ഹ്യൂസ്റ്റൺ വോയിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കറുകച്ചാലിൽ നിന്നുള്ള കോശി ജോർജാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് ചവണിക്കാമയിൽ നിന്നാണ്. കഴിഞ്ഞ ഒരു 45-50 വർഷമായിട്ട് അദ്ദേഹം 53 വർഷമായിട്ട് അദ്ദേഹം അമേരിക്കയുടെ പ്രദേശത്താണ്. നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ പോലും കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. പ്ലീസ് വെൽക്കം കോശി ജോർജ്. താങ്ക് യു. അച്ചായ, നമ്മൾ പറഞ്ഞത് അച്ചായൻ്റെ ചെറുപ്പത്തിലെ സ്കൂളിലെ ജീവിതവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ചായൻ 1-ാം ക്ലാസ്സിൽ അച്ചായനെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോയ ദിവസമൊക്കെ ഓർമ്മയുണ്ടോ മനസ്സിൽ? ആദ്യം കൊണ്ടുപോയ ദിവസം ഓർക്കുന്നില്ല. പക്ഷേ പ്രൈമറി സ്കൂളിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ പ്രൈമറി സ്കൂളിൽ പഠിച്ച കാര്യം ഓർക്കുന്നുണ്ട്. ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ കൂടെ ഇരുന്ന ബെഞ്ചിൽ ഇരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നൊക്കെ എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? അത് ഓർമ്മയില്ല. UP സ്കൂളിലൊക്കെ വന്നപ്പോൾ എവിടെയായിരുന്നു? 5-ാം ക്ലാസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. 5-ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നവരിൽ നമ്മൾ, കാരണം നമ്മൾ ഒരു വർഷം അവിടെ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഒരു വർഷം 1-ാം ക്ലാസ്സിലുണ്ട്. 1-ാം ക്ലാസ്സിലൊന്ന് ചെറുതായിട്ടൊരു ഓർമ്മയുണ്ടെന്നേ ഉള്ളൂ. 5-ാം ക്ലാസ്സിൽ ഇച്ചിരി ഓർക്കുന്നുണ്ട് കാര്യങ്ങൾ. നമ്മുടെ ബന്ധത്തിലുള്ള ചിലപ്പോൾ തന്നെയുള്ള മണിച്ചൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അത് തന്നെ പാസ്റ്റർ ജോർജിൻ്റെ മകള് മോളിക്കുട്ടി എൻ്റെ ക്ലാസ്മേറ്റ്. അവർ രണ്ടുപേരും ഞാൻ ക്ലാസ്സിൽ ഓർക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ പാസ്റ്റർ ജോർജ് സി കുരുള്ളയുടെ വൈഫ് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അത് പുള്ളിക്കാരത്തി ഒരു പ്രാവശ്യം കണ്ടപ്പോൾ ഓർമ്മിച്ചപ്പോഴാണ് ക്ലാസ്മേറ്റ് ആയിരുന്നു. അന്ന് സ്കൂളിൽ ആ ക്ലാസ്സിലൊക്കെ എത്ര പേരുണ്ടായിരുന്നു? എനിക്ക് ഓർമ്മ. 10-20 പുള്ളുണ്ട്. 10-20 പേരൊക്കെ ഉണ്ട്. 10 മണി മുതൽ 4 മണി വരെ 4 മണി വരെ കാണാണ്ടെന്ന് തോന്നുന്നു. ഉച്ചയ്ക്ക് ഒരു ബ്രേക്കും ഒക്കെ. അതെ. എനിക്ക് ചില ക്ലാസ്സിലൊക്കെ 10-20-30-40 പേരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഡ്രില്ലോ, സ്പോർട്സോ, പദ്യമോ, തയ്യലോ ഒക്കെ ഉള്ളതായിട്ട് ഡ്രില്ലുണ്ടായിരുന്നു. ഞങ്ങൾ എക്സസൈസിനൊക്കെ പോകുമായിരുന്നു. ഡ്രില്ലുണ്ടായിരുന്നു. അത് ശരി. ആ സ്കൂളിൽ പഠിപ്പിച്ച സാർമാരെ ആരെങ്കിലും ഓർമ്മയുണ്ടോ അന്നത്തെ? ആ സാർമാരെ ഞാൻ പറഞ്ഞു ഓർക്കുന്നത്, 1-ാം ക്ലാസ്സിലുണ്ടായിരുന്ന എൻ്റെ മോശാശാൻ എന്ന് പറഞ്ഞത്. പിന്നെ പുള്ളി CMSലെ ഒരു അച്ഛനായിരുന്നു മാറി. പുള്ളി ഓർക്കുന്നുണ്ട്. എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. രണ്ടാമത്തെ ഓർക്കുന്നത് 5-ാം ക്ലാസ്സിലുണ്ടായിരുന്നതിൽ കുഞ്ഞിഞ്ഞമ്മ കൊച്ചമ്മ, യോനാച്ചൻ്റെ വൈഫ്. ഞങ്ങളുടെ ചവണിക്കാൻ വേണ്ടി തന്നെ എൻ്റെ ഒരു സെക്കൻഡ് കസിനാണ്. യോനാച്ചൻ്റെ വൈഫായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. ഈ ചെറുപ്പകാലത്ത് അച്ഛൻ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ള ഏത് കോട്ടയം പട്ടണമൊക്കെ കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? ചങ്ങനാശ്ശേരി, കോട്ടയം? പിന്നെ ഉണ്ട്, ഓർമ്മയുണ്ട്. എങ്ങനെയാ പോയിക്കൊണ്ടിരുന്നത്? ബസ്സിനൊക്കെ പോയിക്കൊണ്ടിരിക്കും. എന്നാലും നടപ്പ് ഉണ്ട്. അതായത് ഞാനൊരു കാര്യം, ഞങ്ങൾ ചേലക്കമ്പിൽ താമസിക്കുമ്പോൾ എൻ്റെ മദറിൻ്റെ വീട് പരുമലയാണ്. പരുമല. അപ്പോൾ ആ പോകുന്ന യാത്രകളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ചേലക്കമ്പിൽ നിന്ന് ഇറങ്ങിയാൽ നെടുങ്കുന്ന് വരെ പോകണം. പള്ളിക്ക് വരെ പോകണമെന്നാണ് ബസ്സൊക്കെ ഇറങ്ങുന്നത്. അവിടെ ചെന്നിട്ട് അപ്പോൾ രാവിലെ ഇറങ്ങിയാൽ അവിടെ ചെന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ബസ് കയറി കറുകച്ചാലിൽ ഇറങ്ങി. കറുകച്ചാലിൽ നിന്ന് ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങി. ചിലപ്പോൾ ചങ്ങനാശ്ശേരിക്ക് നേരിട്ട് കിട്ടുമായിരുന്നു. തിരുവല്ലയിൽ ഇറങ്ങി. തിരുവല്ലയിൽ നിന്നുള്ള പോക്കാണ് പിന്നെ രസം. വള്ളമില്ല. തിരുവല്ലയിൽ നിന്ന് അവിടെ ഒരു 1-2 ബസ്സേ ഉള്ളൂ ദിവസം. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു, ബസ്സൊക്കെ കയറിയിരുന്നു. ബസ്സൊക്കെ കയറുമ്പോൾ ഒരു ഇതൊക്കെ ഇറങ്ങി ഇപ്പം പോന്നി ഇറങ്ങി അവിടെ പോയിട്ട് കുറേ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും. ടൗണിൽ നിന്ന് മാറാൻ തന്നെ കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞ് കുറേ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകം ഓർക്കുന്ന ഒരു അമ്മച്ചി പുറത്ത് വീടിന് മുന്നേ എന്ന് പറയുന്നത് കൈയിട്ട് വിളിച്ചിട്ട് അച്ചായൻ കുളിക്കുകയാണ്. ഇപ്പോൾ വണ്ടി നിർത്തി ഇപ്പം വരും. അപ്പോൾ അവർ വണ്ടി അവിടെ നിർത്തിയിട്ട് അച്ചായൻ കുളിച്ച് റെഡിയായി ഉപ്പും ഷർട്ടും